സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ്. വേണമെങ്കിൽ 1-2 ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് അവിലിട്ട് കൊടുക്കാം. അവിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലെല്ലാം വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ അവിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അവിലിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വരും. അതേപോലെ തന്നെ നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊട്ടണം, അവിലിങ്ങനെ പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കും കേട്ടോ. ഒരു 3-4 മിനിറ്റ് വറുത്തെടുക്കുമ്പോൾ തന്നെ ഇതുപോലെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അധികം നൈസ് ആക്കണ്ട, കുറച്ച് തരിയൊക്കെ ആയിട്ട് നമ്മുടെ പുട്ടുപൊടിയെല്ലാം പോലെ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അവിൽ വറുത്തിട്ടുള്ള അതേ പാത്രത്തിൽ തന്നെ കുറച്ച് കടലയും കൂടി വറുത്തെടുക്കാം. നമ്മൾ അവിലെടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ 1 കപ്പാണ് കേട്ടോ കടല എടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നിലക്കടലേൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാം. വേറെ ബദാമോ അണ്ടിപ്പരിപ്പോ അങ്ങനെയൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് നേരം വറുത്തെടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ പൊടിച്ച പോലെ തന്നെ മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക. കടല ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസെല്ലാം ഇതിൽ വേണം. അതല്ലെങ്കിൽ ചോപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോപ്പറിൽ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ശർക്കരപ്പാനി റെഡിയാക്കാനുണ്ട്. 2.5 അച്ച് ശർക്കരയാണ് ഞാൻ എടുത്തത്. ഏകദേശം 250 ഗ്രാം ഉണ്ടാവും. അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് മെൽട്ടാക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര ഇതുപോലെ മെൽട്ടായിട്ട് വന്നാൽ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ കടല എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള അവിലും പിന്നെ ഇതാ കടലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കായിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതുപോലെ ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം. ഈ ശർക്കര പാനി നമ്മുടെ ഈ ഒരു മിക്സിയിലേക്കെല്ലാം നല്ലപോലെ എല്ലാ സ്ഥലത്തും ഒരേപോലെ ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. ശർക്കര പാനിയെല്ലാം നല്ലോണം വറ്റിയിട്ട് ഒന്ന് കുറുകി വരും. അതുവരേക്കും നമുക്കിതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. കുറേ സമയമൊന്നും വേണ്ടി വരില്ല, അവിൽ വേഗം തന്നെ കുറുകി വരും. കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതിൽ ശർക്കര പാനിയെല്ലാം നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കുറച്ച് സമയം ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ചൂട് ഫുള്ളായിട്ട് പോകണമെന്നില്ല, ചെറുതായിട്ടൊന്ന് ചൂട് പോയി കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ബോൾ ഷേപ്പിലാക്കിയിട്ട് എടുക്കാം. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിത് അണ്ടിപ്പരിപ്പും കൂടി ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കിയിട്ട് എടുക്കാം. ഈ ഉണ്ട നമുക്ക് 1-2 ദിവസമെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഒരാഴ്ചയെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തേങ്ങ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. നമ്മൾ അവിലും കടലെല്ലാം വറുത്ത പോലെ തന്നെ തേങ്ങ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി. അതുപോലെ തന്നെ പുറത്ത് വെക്കാണ്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ചയെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അവിലുണ്ടൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.